വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീ അധ്യാത്മരാമായണം നിത്യപാരായണം ആരംഭിക്കുകയാണ്. എല്ലാ ഗുരുക്കന്മാരെയും വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് വ്യാസപൂർണിമായെന്നും ഗുരുപൂർണിമായെന്നും അറിയപ്പെടുന്ന ഈ ദിവസത്തിൽ എല്ലാവർക്കും എല്ലാവരും നന്മയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഇന്ന് കർക്കിടകം 13 നിത്യപാരായണം 14. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ധ്യാന ശ്ലോകത്തോടുകൂടി അധ്യാത്മരാമായണ പാരായണം ആരംഭിക്കുകയാണ്. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതാപദയേ നമഃ. ഓം തത്സത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാഹൃദേ. ശ്രീരാമ രമണീയ വിഗ്രഹാ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. അഗസ്ത്യ സന്ദർശനത്തിലാണ് ഇന്ന് പാരായണം തുടരുന്നത്. ആരണ്യകാണ്ഡത്തിലെ അഗസ്ത്യ സന്ദർശി ശ്രീരാമദേവൻ വനത്തിൽ അഗസ്ത്യ മുനിയെ കാണാൻ വേണ്ടി പോയി ആശ്രമത്തിന്റെ പുറത്തിരിക്കുകയാണ്. ഹനുമാനുദിച്ചപ്പോൾ അത്യവും നൽകി മഹാകാലന മാർഗേണ കൊണ്ടിതു മന്ദം മന്ദം സർവത്ര ഫല കുസുമാല സർവത്ര ഫല കുസുമാട്യപാദബലത സമൃദ്ധം നാനാമൃഗ സഞ്ജയ നിഷേവിതം. നാനാപക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം. നന്ദന സമാനമാനന്ദഗാനാഢ്യം മുനി നന്ദന ധ്വനി മണ്ഡിത മനൂപമം. ബ്രഹ്മർഷി പ്രവരന്മാരമര മുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ. സംഖ്യയില്ലാതോളം ഉണ്ടാതൊരു തരം നല്ല സംഖ്യാവൃത്തുക്കളുമുണ്ടറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോട് നേരില്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോ ചൊല്ലുന്നു കാണുന്തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടുകണ്ടവരും ആശ്രമത്തിനു പുറത്തടുത്തു ശിവദേവി. വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശുദ്ധനായ സുധീഷ്ണൻ തന്നോടിനിപ്പോൾ. വേഗേന ഭവാനഗസ്ത്യ മുനീന്ദ്രനോ രാഘവനായോരെന്നെ അങ്ങുണർത്തിച്ചീരണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിരുന്നീതുപാശ്രമം. ശ്രുത്വാരാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദമേ യുക്താസത്വരം ഗത്വാചാര്യമന്ദിരം മുഖ. നത്വാദം ഗുരുവരമഗസ്ത്യം മുനീകുലം സത്തമം രഘുത്തമ ഭക്തസഞ്ജയാവൃതം. രാമമന്ത്രാർത്ഥ വ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി ആമത മഗസ്ത്യമാം ആത്മാരാമം മുനീശ്വരം. ആനന്ദ വിനയം കൊണ്ടാനന്ദവക്രത്തോടും ആരാൽ വീണു വേണ്ട നമസ്കാരവും ചെയ്താൻ.
രാമനാം ദാശരഥി സോദരനോടും നിജ വാമിനിയോടും മുണ്ടിങ്ങാതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ദേവിൻ തൃക്കഴലിന കണ്ടു വന്നിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രം ദേരുഭൂനാഗമാനയാ ക്ഷിപ്രം രാമഭദ്രം ഹൃദിസ്ഥിതം ഭക്തവത്സലം ദേവം പാത്തിരുന്നിരുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരാമേതി രാമമന്ത്രവും കോമളം ഇടക്ക് കുറച്ച് പോകുന്നു ഇടക്കിങ്ങനെ പോകുന്നു അല്ല കോമളം ഇല്ല കോമളം കാളമേഘ ശ്യാമളം നളീനാക്ഷം ഇത്യുക്താസരഭസമുത്തായ മുനിപ്രവരുത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്യാമുനി സത്തമൻ മാരോടും നിജ ശിഷ്യസഞ്ജയത്തോടും ഗത്വാ ശ്രീരാമവക്ര ചന്ദ്രവക്രം വാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തരം അസ്തു സന്തതം രാമ ഭദ്രം മേ നിത്യാചിരം അദൈവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ടാതിദീപനാൽ മമ ഭാഗ്യപൂർണ്ണത്വേന സംപ്രാപ്തനായിരു ഭവാൻ അദ്യവാസരം മമ സഫലമത്രയല്ല. നമസ്കാരം. ഓം ശ്രീകൃഷ്ണായ നമ. അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപ സാഫല്യവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും അഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തിരുന്നേൽപ്പിച്ചു ശീഘ്രം പാടാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാരിശംജനായ ലക്ഷ്മണനെയും പാപസ്പർശനം പരമാഹ്ലാദജാതസ്രവ നേത്രീരാൽ ആകുല താപസവരൻ ഏകേന കരേണ സംഘൃത്യരോ മാഞ്ചാനിതം രാഘവനുദീകര പങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമഹൃഷ്ടാപ്തനാമുനിശ്രേഷ്ഠൻ ആശ്രിത ജനപ്രിയൻ പ്രിയനായ വിശേഷം രാമം പാദാഭ്യാസന മധുപക്കമുഖ്യങ്ങളുമായി പാദ്യസംപൂജ്യ സുഖമാനുഭവിഷ്ടം നാഗം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാഗരം ഭുജിപ്പിച്ചു ധന്യനാം തപോധരൻ ഏകാന്തേശു ജീവിനാൾ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിട്ടു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലം. ഓം ശ്രീകൃഷ്ണായ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാരാപഹരണം ചെയ്തിരുവരെന്നു തന്നെ സാരസാരനാ സകലേശ്വരാദയാനിതേ ഞാനെന്നു തുടങ്ങി വന്നിവിടെ വാണിയിലെ ആനന്ദസ്വരൂപനാം ഇവിടെ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപദാമിതം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കും മുന്നമേകനാനായന്തനായി ലോകകാരണൻ വികൽപോപാജീവിരഹിതൻ തന്നെ മായാതനിക്കാശ്രയഭൂതമായി തന്നെ ശക്തി എന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവാചൻ വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നു മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും. മായാതീതന്മാരെല്ലാം സംസ്മൃതി എന്നും ചൊല്ലും. വിദ്യാന്മാരെ വിദ്യ എന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംശോഭ്യമാണ് യാതിയമായ തന്നെ ഇന്നുമുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലു. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ ഇന്നുണ്ടായി വന്നു പുനരഹങ്കാരവും. പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദേവികളേവം മൂന്നായി ചൊല്ലിയിരുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിരു മൂന്നുമെന്നറിഞ്ഞാലും
താമസത്തിങ്കിൽ നിന്നും സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവകൾ സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായ ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദേവതങ്ങളും പിന്നെ സ്വാധികത്തിങ്കൽ നിന്നു മനസ്സും ഉണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്തസ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നും ദിവ്യനാം വിരാട് ഉമൻ ഉണ്ടായി എന്ന് കേൾക്കും. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ പിന്നീടും ചരാചര ലോകങ്ങളാവുന്നതും. ദേവമാനുഷ ദിവ്യോ ഗോനിജാതികൾ ബഹു പാവര ജംഗമോക പൂർണ്ണമായി ഉണ്ടായിരുന്നു. ഒന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു. ലോകസൃഷ്ടിക്കൂരോ ഗുണമായി ശ്രയിച്ചല്ലോ യോഗീശനായ ദാദ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു ഉത്സിക്കാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഭരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംസിച്ചു ജാതി സ്വപ്നവും സുഷുപ്തിയും ഇവറ്റീനെല്ലാം സാക്ഷിയായ ഭവാൻ വിമുക്തൻ നിത്യരേഖൻ അവ്യയനല്ലോ നാഗ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനാ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെ മൂലയായിതു ഭവാൻ. തന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യം. വിദ്യയാ നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചേരിരജനം പ്രവൃത്തി നിരതന്മാർ എന്നത്രേ ഭേദമുള്ളൂ. വേദാന്ത വാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശേഷന്മാർ നിത്യസംസാരികളിൽ അദൃശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭാസീകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനെ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തന്മാരിൽ ഏതും സംശയമൊട്ടാൽ ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതി കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധു. ഇതിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കേ സാരം കിഞ്ചിൽ ചൊല്ലുവൻ തരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായ ദേശനന്മാരായി സദാ തൽഭക്തന്മാരായി നിവൃത്താകില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നിസ്സംഗൻ നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമാക്കളായി ദുഷ്ടമാനസന്മാരായി ബ്രഹ്മകൽപരന്മാരായി ശിഷ്ടാചാരിക പരായണന്മാരായി നിത്യം യോഗാർത്ഥം യമ നിയമാതി സമ്പന്നന്മാരായി ഏകാന്തേശമതമ സാധനയുക്തന്മാരായി സാധുക്കളവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണീരതിയുണ്ടാം. ഒരു കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദി കൊണ്ടു മോക്ഷവും വരും. പിന്നെ വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ദുർഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേതയാനിതേ. ത്വൽപദാർജങ്ങളിലും ത്വൽഭക്തന്മാരിലും ഭൂവിൽ ഭക്തി പുനഃ ഉണ്ടാകേണം. ഇന്നല്ലോ സഫലമായി വന്നിതു ജന്മം. ഇന്നുമൈ പ്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നിതു വന്നേത്രവും. സീതയാ സാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭാ ജഗന്നായക ദാശരഥി. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും ഇന്നു വേണ്ട. നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേനം ദയാബുദ്ധി.
കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജപ്പാദിതന്നാൽ മുന്നം നിക്ഷിപ്തമായ ശാപം പാളതൂണീരത്തോടും കൊടുത്തു ഗർഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂതന്മാരായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവിനിഷ്ടമായി ഇരണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മധ്യനായി പിറന്നതും 2 യോജന വഴി ചൊല്ലുമ്പോൾ ഇവിടെയും ഉണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമഞ്ഞത് സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി ശ്രുതേതൽ സ്തോത്രസാരം അഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണശാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യ പാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാജാനകിയോടും എഴുന്നള്ളിടും നേരം അതിശൃംഗാപം തത്ര പദ്ധതി മധ്യേ കണ്ടു പതിസത്തമനാകും വൃദ്ധനാം ജടായുഷം ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. എത്രയും വളർന്നൊരു വിസ്മയം കൊണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ പ്രവരനെ കിടക്കുന്നതു മുനിപക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ നേടുന്നു ഭീതിയുമുണ്ടാകല്ല കൊല്ലുവാനിവനെ ഞാൻ വൈകാതെ എനിക്കിപ്പോൾ ലക്ഷ്മണൻ തന്നോടെത്തും രാമൻ ചൊന്നത് കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയഭീതികനായി ചൊന്നാൻ പശ്ചിമം നവസാധന ചെറുപ്പത്തിൽ എത്രയും നിഷ്ഠനായ വൈദ്യനല്ലാ ഭഗവത്ഭക്തനാം ജടായു ഞാൻ എന്നിവ കേട്ടു സ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാരനുഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടാമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല സംഗീതേനല്ലോ നിന്നെ ഞാനത് കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു ബുക്കിത് പഞ്ചവടി തന്നെ രാമാതു സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടും തൽപ്പങ്ങൾ ഉണ്ടാക്കിനാൻ ഉത്തമ ഗംഗാ നദി കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചത് ജാനകി ദേവിയോടും കദളീവന സാമ്രാജ്യ അഖില ഫലവൃക്ഷാദ്യ കാനനെ ജനസംബോധന വർദ്ധിതേ നിരുജസ്സലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളിൽ ലക്ഷ്മണൻ അനുദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാൽ രക്ഷാർത്ഥമായി നിന്നിട്ട് ഭക്തിയോടെ സീതയെ മറ്റയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോലും വാരം വാരം പ്രീതികൊണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ കിഴൽ കൂപ്പി വിനയാനിതനായി ചൊന്നാൻ ബുദ്ധിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാവടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാന്തരം വരുമാരരുൾ ചെയ്തിടണം ആരുണ്യൻ തിരുവടി വിഴിഞ്ഞില്ലിവയെല്ലാം നേരെ എന്നോട് ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലെ ശ്രീരാമനത് കേട്ട് ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരോടാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ കേട്ടാലും എങ്കിലതി ഗുഹ്യമാം ഉപദേശം കേട്ടോളും തീർന്നുകൂടും വികൽപ്പഭ്രമെല്ലാം മുൻപിൽ മായ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനം കൂടെ പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയാത്മ സ്വരൂപത്തെയും ചൊല്ലാമിടോ. മായുള്ള പരമാത്മാവ് അറിയുമ്പോൾ മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ളോ ദേഹാദി വസ്ത്രങ്ങളെ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നത് നിർണയം. അതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നും 2 രൂപം മായയ്ക്കെന്നറിയ സൗമിത്രേനി എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്തറി അതിസൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തകമാം അവിദ്യ രൂപവതും വധം സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്ന
ഏതു മറ്റ് ആനന്ദപ്രാപ്തിയേതു ഭൂതി എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനെ വിശ്വമിടൂ മായ കൊണ്ടല്ലോ വിശ്വരൂപം എന്ന് തോന്നിക്കുന്നു രജ്ജുഖണ്ഡത്തിങ്കിലെ പന്നകബുദ്ധി പോലെ പ്പെട്ടതും കേൾക്കായതും മനസ്സിൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികല്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷം മൂലമായൊരു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതും പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധമായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയാദശവും അഹങ്കാരവും ബുദ്ധി മനസ്സു വിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതും ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനവും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞു കേൾവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കൽ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ വക്രവും കാമക്രോധം മനസ്സെ വെടിഞ്ഞ സന്തുഷ്ടനായി സദാകാലം അന്യക്ഷേവാദികളും സഹിച്ചു സമബുദ്ധ്യം അന്യഭാവവും മകളെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരു സേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ച് ആനന്ദ സ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനനജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെന്ന് കെലുറച്ച മനസ്സോടും സർവതാരാമരാമേ രമിജപത്തോടും പുത്രധാരാർത്ഥാദിഷു സ്നേഹത്വവും ചെയ്തു സത്തയോ എന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോടും സന്തുഷ്ടനായി വിവിധ ശുദ്ധസ്ഥലെ വസിക്കണം പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനെ സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറപ്പിച്ചതുമൂലം മാനസിക വികല്പങ്ങൾ ഏതുമേ ഉണ്ടാകില്ല ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രാണ ബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലേ മനമില്ലാതെ പരമാത്മാവ് താനേ വേറെ വിശുദ്ധം അവ്യക്തം ശുദ്ധം തൽപദാത്മാ ജ്ഞാനിക പദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിഞ്ഞതു സാധകമായ പോലെ സർവത്ര പരിപൂർണാനാത്മാവ് ചിദാനന്ദൻ സർവസ്വന്തൻ പരിച്ഛേദനല്ലോ ഏകനദ്വയൻ പരനവയൻ ജഗന്മയൻ യോഗേശനഖിലാധാരൻ നിരാധാരൻ സത്യജ്ഞനായി ലക്ഷ്മണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിയോപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യ യോഗിനാം ഏകാത്മനാം ജ്ഞാനം ആത്മാനോരോഹൻ ജീവപരയോർമൂലവിദ്യ ആത്മനെ കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളൊരവസ്ഥയല്ലോ മുക്തിലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവെന്നും ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപവും സ്വരൂപമിതുള്ള വണ്ണമേ പറയാനും ഇതറിവാനുമുള്ള നല്ല ഉണർവുള്ളവരില്ലാരും ജഗത്തിങ്കിൽ മൽഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് വഴി രാത്രിയിൽ തൻ്റെ പാദം ദീപമുണ്ടെങ്കിലേ നേരുള്ളൂ വഴി അറിഞ്ഞേടാവിടോ വണ്ണമേ ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലോ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കുന്ന ആത്മാവ് നൂനം ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ മദ്ഭക്തന്മാരുള്ള നിത്യസംഗമമതും മദ്ഭക്തന്മാരെ കനിവും സേവിക്കുന്നതും ഏകാദശാദിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയും അഥ
ഭോജനം വന്ദനവും പാവനം ദാസ്യം നല്ല ഭോജനമഗ്നി പ്രണാമം കൊടുക്കുകയും അതാ മൽക്കഥാപാദ ശ്രവണങ്ങൾ ചെയ്യുകയും ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്ക് ഒരന്തരം വരാമൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്ന് വരേണ്ടതിൽ ഉത്തമോത്തമന്മാരുള്ളവരുള്ളവരവരട്ടു ഭക്തിയുക്തനോ വിജ്ഞാന വൈരാഗ്യങ്ങൾ സത്യ സംഭവിച്ചിടും. എന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരമായതും നിനക്കെന്നാലെ ധരിക്ക നീ വസ്ത്രവ്യമല്ല നൂനമെത്രയും ഭക്തന്മാർ ഒഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചാലിനി എന്നാകിലും ഭക്തവ്യാമവനോട് വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധാ വ്യക്തവും ഭക്തനിതു നിത്യമായി പാഠം ചെയ്യുക. അജ്ഞാനമകന്നു ഭക്തി സംയുക്തന്മാരായ യോഗേന്ദ്രന്മാർക്ക് നൂനം ഹസ്ത സംസ്ഥിതയല്ലോ. ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇത്തരം സൗമ്യയോടരുളി ചെയ്തു പുനർ ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരിഞ്ഞരമിരുന്നിടിനോരനന്തരം ഗൗതമി തീരെ മഹാകാലനെ പഞ്ചവടി ഭൂതലേ മനോഹരി സഞ്ചരിച്ചിടുന്നൊരു യാമിനി ചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൾ. കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളാൽ ഭംഗി തേടിയിടും പദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമകം മുക്കാൾ ബാലുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ബാലുഗോത്രജംബവ ഭയനാശനം വരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുകരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുകരം ജാനകിയോടും കൂടെ വാണിടു കണ്ടു. മീനകേതന ബാണപീടി ദയായാളിറ്റം സുന്ദര വേഷത്തോടും മന്ദഹാസവും പൊളി ഇന്ദിരാവരനോടും മന്ദമായുര ചെയ്താൽ ആരിടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടിവിടേക്കു വരുവാൻ എന്തു മൂലമെന്നും എന്തൊരു മൂലം ജഡവൽക്കലാദികളെന്നും എന്തിനു ധരിച്ചിടു താമസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. നിന്നോടും നീ എന്നോടും പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആക്കിയ സുഭനക കാമരൂപിണിയല്ലോ. ഓം ശ്രീകൃഷ്ണായ നമ. ഖരദൂഷണ ഋഷിയാക്കളാം ഭ്രാതാക്കന്മാർ കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതും അനീലതും പുനഃ എന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിധി. സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത ധന്യമൽ ഭ്രാതാവായ ലക്ഷ്മണനിവരിടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കോ മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി. എന്നോടു കൂടെ പോന്നു ലഭിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ. എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവ വീരനവോടൊളരും ചെയ്തിടിനാൾ. ജ്ഞാനിക തപോധന വിഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിരുന്നു കഥാകാലം. ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ. മനസ്സെ പാർത്താൽ വെടിഞ്ഞിടരുതുകൊണ്ടും താപത്യോഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം. താപത്തെ സഹിപ്പാതിനാളില്ലാതെയോ വിടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ. ലക്ഷ്മി ദേവിക്കു തന്നെ യുക്തിയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരെ. സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവരിടോ.
മംഗലശീലനു രൂപനെത്രയും കമുനി ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൽ ഭർത്താവാകുന്നു തന്നെ. എന്റെ പരമാർത്ഥം നിന്നോടു ചെന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൾ. എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനു തന്നെ നീ ദാസിയാവാൻ തക്കവളല്ലോ ചെന്നു നീ ചൊല്ലിയിടു അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാലും നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ. നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോടു ചെന്നാൾ. എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലോ നിന്നെ ഒന്നുകൊണ്ടുമേലൊരു സങ്കടമുണ്ടായി വരാ. മനവാഗിരി വന ഗ്രാമദേശങ്ങൾ തോറും എന്നോടു കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കാൽ വരും മനാരകം. ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിക്കാൻ ഒരുത്തി വേണമതിനുകളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണമവൻ അതിനാരെന്നു ഇരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടു കിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതും. ശരിക്കെന്നെ നീ കാലം കളഞ്ഞിടാതെ ചെല്ല കരത്തെ പ്രതിച്ചീതും കടുക്കുന്നവനിടൂ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാദിദേവിയാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടലാകുന്നു ദേവി. നിന്നിലേതുമൊരു കാംക്ഷയെന്നറിയുകനി മന്നകനായ ഓം ശ്രീകൃഷ്ണൻ മായ രാമൻ തന്നോടു പറഞ്ഞാലും പിന്നെയും അതു കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൽ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ട് കോപവും മതി പ്രേമവും ആലസ്യം കണ്ടില്ലേ സ്ഥലം പ്രേമവും ഈ നെൽത്തിരിക്കണ്ട പ്രേമവും ആലസ്യവും കൊണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേട്ടഞ്ജനാശൈലം പോലെ കായാകാരവും രക്ഷയും കൈക്കൊണ്ടേറ്റം കമം കൊണ്ടു സീത ദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിൽക്കും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാൾമുറയൂരിക്കാതും മുലയും നോക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകം ഒക്കെ മാറ്റൊലി കൊണ്ടു വീരപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരും അരുവിയാറ് പോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഒരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തന്റെ വരവുണ്ടി നീ ഇപ്പോളെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ധരവതം പക്ഷമറ്റ വനിയിൽ പർവ്വതം വീണോദനം ചെയ്തു മുമ്പിൽ വദനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാശൂകരൻ. ചതുർത്ഥൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ച തത്ര ചൊല്ലാരെന്നോടെത്രയും വിരയിനി വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാക്കി പൂണ്ടോർത്തു വിദ്യ ചൊല്ലിനാളപ്പോൾ മത്യന്മാർ ദശരഥ പുത്രന്മാരിരുവരും ഉത്തമ ഗുണവന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമൊരു കാമിനിയുണ്ടു കൂടെ സീത എന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമരജൻ ഛേദിച്ചിതു മൽകുജാതികളെല്ലാം സുരനായിടും നീ അവരെ കൊല ചെയ്തു ചോര നൽകു
നൽകുകാദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്തിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മനുഷാധമന്മാരെ കൊന്നുമൽ ഭഗനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ നിങ്ങൾ നികൂടെ ചെന്നു കാട്ടി കൊടുത്തിടുന്നാൽ ഇവരാകുതം വരുത്തിടും നിനക്കും മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചൻ. ഖരനേറ്റ മുന്നതന്മാരാം 14 രാക്ഷസരെയും മുസലാസിച്ഛാപേഷു ഭിണ്ടി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർക്കു വിളിച്ചുദ്ധന്മാരായി ചെന്നു. യുദ്ധസന്നദ്ധന്മാരായെടുത്ത രഘുനേരം ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാൽ ചുറ്റുനിന്നൊരിക്കലെ പുത്രഗോത്രോദ്ഭൂതനാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കളെ ചൊരു ശസ്ത്രൗഘം വരുന്നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാനോരോ നാൾ. ശൂർപ്പണഖയും അതു കണ്ടുപേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണല്ലതിനാൾ. എങ്ങു പോയി കളഞ്ഞിതു നിന്നോടു കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 വരും ചൊല്ലി. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാളതു കേട്ടു. വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാളതു നേരം പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണു മനുജൻ ത്രിശീലസും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശീലസും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നട കൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്തിവനൊഴറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ. ബ്രഹ്മാണ്ടം നടുങ്ങുമാരെന്തൊരു ഘോഷമിതു, നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പൊരു യുദ്ധവും ഉണ്ടാമിപ്പോൾ. ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോലും ഇവരെയൊക്കെ കൊള്ളുവാൻ മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടല. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നുറയിപ്പെട്ടു. കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളണം നീ. ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെ എന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹുരമകം പുക്കാൻ. ശാപബാണങ്ങളെയും എടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നത്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കര നേത്രന്മേൽ. തൽക്ഷണം അവയെല്ലാം ഇതു ബന്ധിച്ചു രാമൻ രക്ഷവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു. തൂകിനാൻ ബാണഗണാം അവത്തെ രഘുവരൻ വേഗേന ശരങ്ങളാൽ മണി പ്രായമാക്കി. 4 ബാണങ്ങളെയും തുരങ്കം 4നെയും കാലവേശ്മിനി ചേർത്തു സരതിയോടും കൂടെ. ശാപവും മുറിച്ചുതൽ കേതുവും കളഞ്ഞപ്പോൾ കോപേനെ തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു സഖാത്മരായ സന്നിധന്മാരായ
കൽപ്പേറും വരികവും ധരിച്ചു വന്നാനവൻ കൽബാഹു തന്നെ ചെവിച്ചിടിനാൻ ദശരഥി കൽപരീഖത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു പ്രതിപത്തനം പ്രവേശിച്ചതു ദൂഷണൻ വീണ നേരം വീരനാം തൃശീരസും രോഷേണ മൂന്നു ശരം കൊണ്ടു രാമനെയ്താൻ മൂന്നും ഖണ്ഡിച്ചു രാമൻ മൂന്നു ബാണങ്ങളെയ്താൻ മൂന്നുമേതുടൻ മുറിച്ചിടിനാൻ തൃശീരസും 100 ബാണങ്ങളെയ്താൻ അന്നേരം ദശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവനിതം ബാണമെയ്തവനിധി അവനീ പതിവീരൻ അവനും മുറുക്കിനാൻ അർദ്ധചന്ദ്രകാരമായി പോരമ്പൂതന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ അന്നേരം ധരനാദിത്യഭദ്രതീടും രഥം തന്നിലാമാറു കരയറിനാണൊലിയിട്ടു അന്നു രാഘനോടു ബാണങ്ങൾക്കു കീടിനാൻ ഒന്നിനെയും ചെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഹരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും പണരുകാതെയായി നിഷ്ഠുരതരമായ രാഘവ ശരസനം പൊട്ടിച്ചാൽ മുഷ്ടി ദേശബാണമേതശൂഖരൻ ചട്ടയും മുറുക്കിനാൻ ബഹവും ചരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാൻ അതുനേരം തപസദേവാദികളായുള്ള സാധുക്കളും തവമോടയോ കഷ്ടമെന്നുര ചെയ്തവൻ ജയ്പൂതാകാരാമൻ ജയ്പൂതാകയെന്നു ഭയത്തോടമരരും തപസന്മാരും ചൊന്നാൽ തൽക്കാലെ കമ്പോദ്ഭവൻ തന്നെ കയ്യിൽ മുന്നം ചക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം കയ്യിൽ കാണായി വന്നീരത്രയും ചിത്രം മുഖ്യ വൈഷ്ണവ ജപം കൈകൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സുകൾ കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ എപ്പോൾ ഖണ്ഡിച്ചൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹരി കിരീടങ്ങളും അരക്ഷണാൽ ദൂതനെ കൊന്നു ദുരകങ്ങളും ചെരുമ്പൊടി ചാതിനായകനടുത്തിടിന നരത്തികൾ മറ്റൊരു തെരിൽ കരയെറിനാശൂഖരൻ തെറ്റുന്നു പൊടിച്ചിതു രാഘവൻ അതും അപ്പോൾ പിന്നെയും ഗതയുമായി അടുത്താനാശൂഖരൻ ഭിന്നമായി ആക്കിനാൻ വിശീഖങ്ങളാൽ അതും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിയിലേറി വന്ന സ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ ആഗ്നേയാസ്ത്രമേഘൂവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം പിന്നെ ഇന്ദ്രാസ്ത്രകൊണ്ടു അന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈര്യുഗാമസ്ത്രം പ്രയോഗിച്ചു യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമായച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗാന്ധർവമയച്ചതു ഗൗഹ്യകാമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ രഘുപതി വൈഷ്ണവാശ്രേണ കളഞ്ഞാശു ഭൂതന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടി വെടുത്തു കളഞ്ഞപ്പോൾ യാതുദാനധീപതി ശൂലവും കൈകൊണ്ടതി ക്രോധേന രഘുവരനൊടുത്തിടുന്നേരം ഇന്ദ്രദൈവതാമസ്ത്രമയച്ചോരളവുതെന്നിന്ദ്രാരി തലയൊറുത്തിരിനാൻ ജഗന്നാഥൻ വിനിതു ലങ്കാനഗരത്തോരദ്വാരെ തല തുറമി കുക്കിതു വന്നു ബാണവാവും അതു നേരം കണ്ടു രാക്ഷസരെല്ലാവരുടെ തലയിന്നു കുന്തഭാവേന ഇന്നും സംശയം തുടങ്ങിന കിട്ടുന്നില്ല.
വാസുദേവായ കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാർ കരദൂഷണ ത്രിശീലാക്കളാമിശാചര വരരും 14,000 മരിച്ചിട്ടു നാഴിക 3.25 കൊണ്ടു രാഘവൻ തന്നാൽ കുഴിയിൽ വീണാണല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചര 14,000 ജ്ഞാനവും ലഭിച്ചിട്ടു രാഘവൻ പക്കൽ സമർപ്പിക്കണ്ടേ രാമനെ പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ച് ആമോദം കൊണ്ടു കൂപ്പി തുഴിച്ചാൽ പലതരം നമസ്തേ പാദാംബുജം രാമരോഗാഭിരാമ നമസ്ത പാപാകരം സേവകാഭിഷ്ടപരം സമസ്തേശ്വരാദയ വാരിതേ രഘുപദേ രമിച്ചീരണം ചിത്തം ഭവതേ രമാപദേ ത്വൽപദാംബുജം നിത്യം ധ്യാനിച്ചു മുനീജനം ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു ഉൾപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം വേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂല ചേതന കുടാരമായി ഭവിക്ക ഭവാനിനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലം ഓട്ടലും ചെയ്തു പരമേശ്വരനതു നേരം യാമിനി ചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായ അവതരിച്ചിടുവൻ ഞാനും പോകും രാക്ഷസ ദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും കന്നീടുവനില്ല സംശയമേതും ഞാൻ എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതു രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നീടണം ആനന്ദ സ്വരൂപനാം നിന്ദിരുവണീനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരു ചെയ്തു വിഗ്രഹീക്രിയ പ്രാണാഹങ്കാരാദികൾ ഒക്കവി സാക്ഷീഭൂതനായതു പരമാത്മാ ജാഗ്രസ്വപ്നാഖ്യവസ്ഥകൾ വേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികൾ ആഗമപായികളാം കായാദികൾ വേദങ്ങൾ സാക്ഷി നിൽക്കും പരമാത്മാവു പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവതീ മെസ്സഞ്ചകൾ കാരണം ദാശരഥി രാഘവൻ 3.25 നാഴിക കൊണ്ടു കൊന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടു കൂടെ വന്നു രാമചന്ദ്രനെ വീണ്ടും നമസ്കാരവും ചെയ്താൽ ശത്രുഘ്നി വൃത്രമാ പത്രുവിഗ്രഹം കണ്ടു മുക്തപാഠോദം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിരിനാൾ ഒക്കവേ പുണ്ണും മതിൻ വടുവും മാച്ചിരിനാൾ രക്ഷോവീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജ ഹൃദി വിസ്മയം തേടിയിടിനാൻ രാവണൻ തന്റെ വര ഉണ്ടിനിപ്പോളെന്നും ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനീവരന്മാരോടു ചൊല്ലിയിടണം യുദ്ധം ചെയ്തതും കരദൂഷണ ത്രിശീലാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരിയുന്നു പാപനാശനും തിരയിച്ചൊരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോടു ചൊന്നാൻ അമിത്രാന്തരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനിക്കാലം വൈകരുടൊങ്ങിടും അമർത്തു വരികളിൽ തുളച്ചു മുനീജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിരുന്നാൽ പല രാശികൾ മായ തട്ടായിവാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അംഗീകരിടുവാനായി കൊടുത്തു വിച്ചിടിനാർ ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്ന അശുരാമൻ ഉത്കാക്കൽ വെച്ചു തൊഴുതിരിനാൻ ഭക്തിയോടെ അങ്കുലീയകമെഴു തമ്പുജ വിലോചനൻ അങ്കുലത്തും നേരിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ കവചവും രാധാവു തനിക്കണഞ്ഞിടുവാനരുളിനാൻ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ 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 ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ
ഗുരുപൂർണിമയായിരുന്നു ഭഗവാന്റെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ സാധിച്ചത് സന്തോഷിക്കുന്നു. ഗുരുവിൻ്റെ മഹത്വം തന്നെയാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ശ്രീ വിഷ്ണു മുജംഗ പ്രയാഗത്തോടുകൂടി സമർപ്പിക്കുകയാണ്. ശങ്കരാചാര്യ വിഷ്ണു മുജംഗ പ്രയാഗം. ഇതം സംവിധം നിർമ്മലം നിർവികൽപം നിരീകം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതം അവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യം അതിന്റെ ശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിദേശകാല വിവച്ഛേദനീയം ദൈവത്യം വേദ തസ്മൈ നമസ്തേ. മഹായോഗപീഠേ പരിഭ്രാജമാനേ ധരണ്യാധികത്വാത്മകേ ശക്തിയുക്തേ ഗുണാകസ്കരേന്ദ്രഗ്നിബിംബേന്ദു മധ്യേ സമാസീനമോഹർനിരക്ഷാക്ഷരാബ്ജേ സമാനോദിതാനേക സൂര്യേന്ദുകോടി പ്രഭാപൂരതുല്യദ്ദുതിൽമുരുനിരലിലൻ രസഗന്ധചോഷ്ണം സുവർണാവതാകം പ്രസന്നം സദാനന്ദസംവിൽസ്വരൂപം സുനാസാകുടം സുന്ദരഭ്രൂലലാടം കിരീടോജിതാ കുഞ്ചിതാസ്നിഗ്ധകേശം സുരൽകുണ്ടരീകാവിരാമായ ദാക്ഷം സമുദ്രരത്ന പ്രസൂനാവദംസം ലസൽകുണ്ടലാമൃഷ്ടഗണ്ഡസ്ഥലാന്തം